പ്രശാന്തേട്ട, സൈനിക മേഖലയിൽ ഇന്ത്യ കുറച്ചും കൂടി കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ റഡാറുകൾ, ചില നിർണായക റഡാറുകൾ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാമാണ്? അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ ശ്രീജിത്തെ. വലിയൊരു ചുവടുവയ്പ്പാണ്. ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തൊരു നേട്ടം നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ കൈവരിച്ചിരിക്കുകയാണ്. ചെറിയ നേട്ടമല്ല അത്. അതായത് സ്റ്റെൽത്ത് വിമാനങ്ങളുടെ വരവ് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന റഡാറുകൾ നമ്മൾ വികസിപ്പിച്ചിരിക്കുകയാണ്. ഇത് ലോകത്ത് വളരെ അപൂർവം രാജ്യങ്ങൾക്കേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മൾ വികസിപ്പിച്ചെടുത്ത റഡാറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ലോകത്ത് ആർക്കും അവകാശപ്പെടാനില്ല. അതായത് നമ്മൾ വികസിപ്പിച്ചെടുത്ത റഡാറിന് മിസൈലുകളെയും ലോക്ക് ചെയ്യാൻ സാധിക്കും. ആ സംവിധാനം നമ്മുടെ റഡാറുകൾക്കുണ്ട്. അതായത് ഒരു മിസൈല് നമ്മുടെ അതിർത്തി കടന്ന് വരികയാണെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ ഈ റഡാറിന് സ്റ്റെൽത്ത് മിസൈലുകൾ എന്ന് പറയും. അതായത് അത്തരം മിസൈലുകൾ വന്നാൽ, അത്തരം വിമാനങ്ങൾ വന്നാൽ, അത്തരം ഫൈറ്റർ ജെറ്റുകൾ വന്നാൽ ഈ സാധാരണ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ സവിശേഷമായ ചില പ്രത്യേകതകളുള്ള വളരെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന റഡാറുകൾക്ക്, ഹൈ ഫ്രീക്വൻസി റഡാറുകൾക്ക് മാത്രമേ ആ കഴിവുള്ളൂ. അങ്ങനെ ഹൈ ഫ്രീക്വൻസി റഡാർ നമ്മൾ വികസിപ്പിച്ചെടുത്തു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ വെരി ഹൈ ഫ്രീക്വൻസി റഡാറുകൾ വികസിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ നേട്ടം. എടുത്തു പറയേണ്ട കാര്യം അതാണ്. ഫൈറ്റർ ജെറ്റുകളെ മാത്രമല്ല, സ്റ്റെൽത്ത് ഫൈറ്ററുകളെ മാത്രമല്ല, ഈ കടന്നു വരുന്ന മിസൈലുകളെ പോലും കണ്ടെത്തി അതിനെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന, അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റഡാറുകളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ DRDOയുടെ, നമ്മുടെ ഡിഫൻസ് റിസർച്ച് പ്രതിരോധ ഗവേഷണം നടത്തുന്ന DRDOയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നൊരു വിങ് ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവരും ബെൽ, അതറിയാലോ, ഭാരത് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു ഇതാണ് ബെല്ല്. ഇന്ത്യ ഈ കാലത്ത് ഇത്തരത്തിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധമേഖലയിൽ പല നിർണായകമായ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇത് ബെല്ലിന്റെ ഗാസിയാബാദിലുള്ള കേന്ദ്രത്തിലാണ്, സെന്ററിലാണ്, ആ യൂണിറ്റിലാണ് ഇതിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് ഇപ്പോൾ അത് പരിപൂർണമായിട്ടും സജ്ജമായിരിക്കുന്നത്. ഇത് താമസിയാതെ തന്നെ നമ്മുടെ പ്രതിരോധ സേനയുടെ ഭാഗമാകും എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് ബാംഗ്ലൂർ എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞു പ്രതിരോധ വകുപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഹൈ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന റഡാറാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇത് നമ്മൾ പറയുന്നത് വെരി ഹൈ ഫ്രീക്വൻസി റഡാർ എന്നാണ് ഇതിനെ പറയുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താനും അതിനെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ അതിന്റെ റഡാറിന്റെ ക്രോസ് സെക്ഷനിൽ എന്താ പറയേണ്ട, ആ ക്രോസ് സെക്ഷനെ അതിജീവിച്ചു പോകുന്നതാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ. അതിന്റെ വേഗവും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ലോഹ വസ്തുക്കളും ഒക്കെ അത്തരത്തിലുള്ള ഗുണനിലവാരവും കഴിവും ഉള്ളവയാണ്. അതിനെ പോലും തിരിച്ചറിയാൻ പറ്റുന്ന, അതായത് ഈ റഡാറിന്റെ കണ്ണ് വെട്ടിക്കാൻ, ഈ ചാരന്റെ കണ്ണ് വെട്ടിക്കാൻ ലോകത്ത് ഒരു വിമാനത്തിനും ഒരു മിസൈലിനും സാധിക്കില്ല. വാസ്തവത്തിൽ നമ്മുടെ ഈ നേട്ടം കണ്ട് ഏറ്റവും കൂടുതൽ കണ്ണു തള്ളി അന്തം വിട്ടിരിക്കുന്നത് ചൈനയാണ്. കാരണം നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്താനും നമ്മളെ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടി ചൈന ഒരു വലിയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ, അവരുടെ സ്റ്റെൽത്ത് ഫൈറ്ററുകളുണ്ട് ചൈന വികസിപ്പിച്ചെടുത്തത്. സാധാരണ റഡാറുകൾക്ക് പിടിക്കാൻ പറ്റില്ല. അതിൽ ചില വിമാനങ്ങൾ പാകിസ്ഥാന് കൊടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ചൈന. വലിയ താമസമില്ലാതെ അത് പാകിസ്ഥാന് കൈമാറും എന്ന് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം റോ പോലെയുള്ള ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ വ്യോമ പ്രതിരോധത്തിലും വ്യോമസേനയിലും പാകിസ്ഥാൻ നമ്മളെക്കാൾ ഒരു പടി മുന്നിലെത്തും എന്ന് പൊതുവെ നിരീക്ഷകർ കരുതിയിരുന്നു. ഇപ്പോൾ അതിനാണ് ഒരു വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾ ഈ റഡാർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി ചൈനയുടെയോ പാകിസ്ഥാന്റെയോ ഒരഭ്യാസവും ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ആ നിമിഷം പ്രത്യാക്രമണം നടത്തി ആ വിമാനത്തെയോ അല്ലെങ്കിൽ ആ മിസൈലിനെയോ ഒക്കെ നശിപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നേട്ടം. ഈ റഡാർ വികസിപ്പിച്ചതിലൂടെ നമ്മളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കാരണം ഈ ചൈനയുമായുള്ള സംഘർഷത്തിന് പിന്നാലെയാണോ ഇന്ത്യ ഇത്തരം റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നു? അതോടൊപ്പം തന്നെ സ്വന്തമായി തന്നെ മറ്റു രാജ്യങ്ങളെ സഹായിക്കാതെ സ്വന്തം രീതിയിൽ തന്നെ കണ്ടുപിടുത്തങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അതെല്ലാം എന്തായിരിക്കും അതിന്റെ ലക്ഷ്യം? അതെ, നമ്മളിപ്പോ കാവേരി എഞ്ചിൻ പോലെയുള്ള വിമാന എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. അന്തർവാഹിനികൾ, സ്റ്റെൽത്ത് അന്തർവാഹിനികൾ, റഡാറിന്റെ കണ്ണിൽ പെടാതെ വളരെ നിശബ്ദമായി, ശബ്ദമൊട്ടുമില്ലാതെ തന്നെ കടലിനടിയിലൂടെ സഞ്ചരിച്ച്
ലക്ഷ്യസ്ഥാനത്തെത്തി ശത്രുവിനെ നശിപ്പിക്കുന്ന അന്തർവാഹിനികൾ, അതുപോലെ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ. ഇപ്പൊ തന്നെ നമ്മൾ അന്തർവാഹിനികളും കപ്പലുകളും കമ്മീഷൻ ചെയ്തു. കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ഒക്കെ പങ്കെടുത്തു, നരേന്ദ്രമോദിയൊക്കെ ഓൺലൈനിലായിട്ടും മറ്റുമൊക്കെ പങ്കെടുത്ത ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വലിയ രീതിയിൽ നമുക്ക് നമ്മുടെ കൈവശം ഏതാണ്ട് 150ഓളം യുദ്ധക്കപ്പലുകളും അതുപോലെയുള്ള അന്തർവാഹിനികളും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ നാവികസേനയ്ക്കുണ്ട്. പക്ഷെ അതൊക്കെ നരേന്ദ്രമോദി വരുന്ന കാലത്ത് അതെല്ലാം കാലഹരണപ്പെട്ടതായിരുന്നു. ഈ കാലഹരണപ്പെട്ട സാധനങ്ങളെ മാറ്റിയിട്ട് കേന്ദ്ര സർക്കാർ പുതിയത് നമ്മുടെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ്. അത് വലിയ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. അതിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടതാണ് ഈ പുതിയ യുദ്ധക്കപ്പലുകളും ഈ അന്തർവാഹിനികളും. അത് ഈ പറഞ്ഞതുപോലെ സ്റ്റെൽത്തിന്റെ ആ കഴിവുള്ള അന്തർവാഹിനികളാണ്. റഡാറിന്റെ കണ്ണിൽ പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്തി ശത്രുവിനെ ആക്രമിക്കുന്ന രീതിയാണ് അതിനുള്ളത്. അവിടെയും നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ റഡാർ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള അന്തർവാഹിനികളോ അല്ലെങ്കിൽ വിമാനങ്ങളോ അല്ലെങ്കിൽ മിസൈലുകളോ ഒക്കെ കടന്നു വന്നാൽ അതിനെ തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ഈ ഹൈ ഫ്രീക്വൻസി റഡാറുകൾ അത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ഉള്ളൂ. അത് ഫ്രാൻസിന്റെ കയ്യിൽ പോലും ഇല്ല. പക്ഷെ നമ്മൾ അവിടെ അമേരിക്കയെയും ചൈനയെയും റഷ്യയെയും ഒക്കെ കടത്തി വെട്ടിക്കൊണ്ട് വെരി ഹൈ ഫ്രീക്വൻസി റഡാറാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ചെറിയ അവതരണം ഇപ്പോൾ നടന്നു. ഈ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ റഡാറിന്റെ പ്രവർത്തനം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ പ്രതിരോധ സേനയിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തനം അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്തു, പ്രദർശിപ്പിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അത് ബാംഗ്ലൂർ നടക്കുന്ന ഈ എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ അത് വെക്കാൻ പോവുകയാണ്, അതും പ്രദർശിപ്പിക്കും. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ വരും, അവർ ഈ പ്രദർശനം കാണാൻ വരും. അവർക്കൊക്കെ പലർക്കും ആവശ്യമുള്ളതാണ് കാരണം ശത്രുരാജ്യം എപ്പോൾ വേണമെങ്കിലും കടന്നു കയറി നമ്മളെ ആക്രമിക്കാം എന്ന ഭീതിയിൽ കഴിയുന്ന പല രാഷ്ട്രങ്ങളും ഉണ്ട്. അവർക്ക് ഇത് വലിയ തോതിൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് അവർക്ക് വിൽക്കാൻ സാധിക്കും. അതുവഴി വലിയ തോതിൽ നമുക്ക് വരുമാനവും ലഭിക്കും. അങ്ങനെ ഒരു ഗുണം ഇതിനകത്തുണ്ട്. എന്തായാലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ സമാധാനത്തിന് വലിയ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ബലവാനെ ആക്രമിക്കാൻ ആരും തയ്യാറാകില്ല. എന്തുകൊണ്ട് ചൈന നമ്മളോട് ഇപ്പോ വിട്ടുവീഴ്ചയ്ക്കും കോംപ്രമൈസിനും ഒക്കെ തയ്യാറായി വരുന്നു? എന്തുകൊണ്ട് ചൈന നമ്മളോട് സന്ധി സംഭാഷണം നടത്തുന്നു? എന്തുകൊണ്ട് ചൈന നമ്മളുമായിട്ട് സഹകരിക്കുന്നു? കാരണം ഭാരതം ഇന്ന് ശക്തമായ രാഷ്ട്രമാണ്, ശക്തമായ നേതൃത്വമുണ്ട്. രാഷ്ട്രം ഒരു ഒറ്റക്കെട്ടായി നിന്ന് ചൈനയുടെ വെല്ലുവിളിയെ നേരിടാൻ പര്യാപ്തമാണ്. അത് ചൈനയ്ക്കറിയാം, അമേരിക്കയ്ക്കറിയാം. മാത്രമല്ല വലിയൊരു വിപണിയാണ് ഇന്ത്യ ഒരു ചെറിയ രാഷ്ട്രമല്ല, വലിയൊരു വിപണിയാണ്. അപ്പോൾ ചൈനയ്ക്ക് അവരുടെ കച്ചവടം നടക്കണം, അവർക്ക് വരുമാനം ഉണ്ടാകണം. അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്താൽ മാത്രമേ ചൈനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ചൈനയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ലേശം പിന്നിലേക്ക് പോകുമെന്നാണ് IMF ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ അവസരത്തിൽ ഇന്ത്യയുമായിട്ട് ഒരു കലഹം, ഒരു സംഘർഷം ചൈന ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ചെറിയ തോതിലൊക്കെ അവർ ചില ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ വലിയ തോതിലേക്ക് അത് പോകും എന്ന് എനിക്കും തോന്നുന്നില്ല. അതിന് കാരണം ഈ രംഗത്തെ നിരീക്ഷകർ, വിദഗ്ധരായ ആൾക്കാർ പറയുന്നത് ചൈനയ്ക്ക് ഭാരതത്തെ ആശ്രയിക്കാതെ, ഇന്ത്യയെ ആശ്രയിക്കാതെ വിപണിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ലോക വിപണിയിൽ ഇന്ത്യ അവർക്ക് ഒരു വലിയ പങ്ക് നൽകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ ചൈന ഒരിക്കലും തയ്യാറാകില്ല. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് നേരിട്ടുള്ള ഒരു സംഘർഷത്തിന് ചൈന ഒരിക്കലും ശ്രമിക്കില്ല. പകരം പാകിസ്ഥാനെ പോലെയുള്ള ചിലരെയൊക്കെ ഇളക്കി വിട്ട് ഈ പറഞ്ഞതുപോലെ സ്റ്റെൽത്ത് വിമാനങ്ങൾ കണ്ടം ചെയ്യാൻ വെച്ചിരിക്കുന്ന 1-2 വിമാനങ്ങളൊക്കെ കൊടുത്ത് പാകിസ്ഥാനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില ചില്ലറ ശല്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കും. പക്ഷെ ഇനി അതും വില പോകില്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ലോകത്ത് നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ റഡാറിന്റെ പോലും ഇങ്ങനെ ഒരു വലിയ വികസനം, ഈ റഡാർ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ കൈവശമുണ്ട്, നമ്മൾ അതിൽ മുന്നേറിയിരിക്കുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഈ സാധനം നമ്മൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോഴാണ് ലോകം ഇത് അറിയുന്നത്. എന്തായാലും ഭാരതം ഇന്ന് പഴയ ഭാരതമല്ല, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. നമുക്ക് ഈ വരുന്ന കാലയളവിൽ ഈ റഡാറിന്റെ പ്രവർത്തനം ഇത് തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഈ റഡാറിന്റെ വിന്യാസം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ പുതിയ റഡാർ റെഡിയാണ്. അതെന്താണെന്ന് അതിന്റെ പ്രവർത്തനം നമുക്കും നേരിട്ട് കണ്ട് അറിയാൻ സാധിക്കും. ഇന്ത്യക്കാർക്ക് മുഴുവനും അഭിമാനം നൽകുന്ന, ഓരോ പൗരനും തല ഉയർത്തിപ്പിടിച്ച്, ശിരസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കാവുന്ന അഭിമാനം
നൽകുന്ന ഒരു വലിയ കണ്ടുപിടുത്തമാണ് നമ്മുടെ ശാസ്ത്രജ്ഞൻ നടത്തിയിരിക്കുന്നത്. അവർക്കൊരു മികച്ച കയ്യടി കൊടുക്കാൻ ഈ അവസരം നമുക്കും പ്രയോജനപ്പെടുത്താം.